ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് പരിമാൾ. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. സന്തോഷമുള്ള 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പുതിയ വീടെടുത്തു എറണാകുളത്ത്. ഞങ്ങൾക്ക് അറിയാമല്ലോ, എറണാകുളത്ത് ഓൾറെഡി ഞങ്ങൾ സെറ്റിൽഡ് ആണ്. ഒരു ഫാമിലിൻ്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ മാത്രമായിട്ടൊരു 1 BHK എടുത്തിട്ടുണ്ട്. അൺഫർണിഷ്ഡ് ആണ്, ഇവിടെ ഒന്നുമില്ല, എല്ലാം ഞങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ട് വേണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നാളെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, രണ്ട് വ്ളോഗ് കാര്യം ഉണ്ടാവും. ഒന്ന് ഈ വീടിൻ്റെ പാലുകാച്ചലൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ വീടിൻ്റെ പാലുകാച്ചൽ ഉണ്ടാവും. അതേപോലെ നാളെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ ഇന്ന് രാത്രിക്ക് അതൊക്കെ ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തേന്. കാരണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വീടെടുത്തത്. വലിയ സെലിബ്രേഷൻ ആണല്ലോ. പിന്നെ സെലിബ്രേഷൻ വേണ്ടാന്ന് വെച്ചുകൊണ്ട് തന്നെ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ നിങ്ങൾക്ക് തോന്നിയോണ്ടാണ്. ഞാൻ മൊത്തത്തിലൊരു സർപ്രൈസ് മോളായതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിന്ന് കുറച്ച് നല്ല ക്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ബലൂൺ വാങ്ങി, ഒരു പാർട്ടി പേപ്പർ വാങ്ങി. അതാണ് ഇപ്പോൾ ഞാൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നത്. വെരി പുവർ. പിന്നെ കുറച്ച് കാൻഡിൽസ് വാങ്ങി, ഒരു ഫെയറി ലൈറ്റ് വാങ്ങി, ഒരു റോസ് പൂ വാങ്ങി, കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി ഒരു കേക്ക് വാങ്ങണം. ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് സ്ലൈസോ, ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് അടുത്ത് തന്നെ ഒരു കേക്കിൻ്റെ ഷോപ്പ്, നമുക്ക് അവിടെ പോയേക്കാം. ഓഫീസിൽ പോയി വരുമ്പോഴേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, എന്തായാലും ലേറ്റ് ആവുമെന്ന് പറഞ്ഞേനെ. ചിലപ്പോൾ ഒരു ഗസ് ഉണ്ടാവായിരിക്കും ഇതിലൊക്കെ തരുമെന്ന്. എന്തായാലും നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗിഫ്റ്റായിട്ടൊന്നും കൊടുക്കും. പക്ഷെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രിനെക്കാട്ടും രാവിലെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ എറണാകുളത്ത് റെഡ് അലേർട്ടാണെന്നാണ് പറയണത്. ഇപ്പോൾ എല്ലാ റോഡിലും MG റോഡൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. റോഡ് ഫുള്ള് ചളി വെള്ളത്തിൽ, നല്ല വെള്ളമല്ല. ഗൈസ്, ഞങ്ങൾ ഒരാളുള്ളൂ. അതുകൊണ്ട് മിനി ചോക്ലേറ്റ് പിസ്താഷ്യോ ടാർട്ട് ഒരു പീസാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള റെലിഷ്, ഇതെന്താ വായിക്കുക, പട്ടിശ്ശേരിയോ? പട്ടിശ്ശേരി എന്നാ പാട്ടിശ്ശേരി. നമ്മൾ കവറ് നനഞ്ഞു, കീറിനു മുമ്പ് ഉടത്താം. ഇവിടെയാണ് നമ്മളെ വീട്. ഒരു കനാലൊക്കെ ഉണ്ട്, ഇടയ്ക്ക് നല്ല സ്മെല്ല് വരും, എന്നാലും കുഴപ്പമില്ല. ഇതാണ് നമ്മളെ ഫ്ലോർ, കണ്ടോ? നമ്മൾ കുറേ നടക്കണം. അയ്യോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി കുളിച്ചു, സുന്ദരിയായി. സുന്ദരിയായിട്ടില്ല, ഞാൻ ഡ്രസ്സൊക്കെ മാറി. കാക്കൊന്ന് പോകുമ്പോൾ ഒരു ബ്ലൂ ഷർട്ടാട്ടി, ഒരു നേവി ബ്ലൂ ഷർട്ട്. അപ്പം ഞാനൊരു നേവി ബ്ലൂ ചുരിദാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാശുണ്ടോ, കുറച്ച് ഓവറല്ലേ? അതൊന്നും ഓവറല്ല ഗൈസ്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു വേ ഓഫ് നമ്മളെ ഇഷ്ടം കാണിക്കുന്ന ഒരു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവും. കല്യാണം കഴിയാത്തവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവേണ്ടതാണ്. നമ്മളെ പാർട്ട്ണറിനെ നമ്മൾ അവരെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞ് എന്താ പറയുക, വേ ഓഫ് എക്സ്പ്രസിങ് ആണ് ഇതൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലൂ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സുന്ദരിയാവണം. ഓക്കെ, ഞാനൊരു കോർണറിൽ മാത്രമേ എഴുതാറുള്ളൂ, ശീലമായിപ്പോയി. അപ്പോൾ ഈ കുറേ എഴുതാൻ എനിക്ക് മടിയുണ്ട്. കുറേ എഴുതണോ? അത്ര മതിയില്ലേ? അത്ര മതി. അപ്പോൾ ഗൈസ്, ഞാൻ അതീവ സുന്ദരിയായിരിക്കുന്നു. അപ്പോൾ നമുക്കിനി പണികൾ തുടങ്ങാം. ആദ്യമായിട്ട് കുറേ ബലൂൺ നിർമ്മിക്കുക. ഈ റൂം ഫുള്ള് ബലൂണാക്കാം. നമുക്ക് ഒരു പിസ്സ ഓർഡർ ചെയ്യാം. നമുക്ക് കാക്കാനോട് വരുമ്പോഴേ ഫിസ് വാങ്ങിയിട്ട് വരാൻ പറയും, വെറുതെ രസമല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ സാധനം കൊള്ളാല്ലേ. ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇത് നമുക്ക് വ്ളോഗിൽ കാണാൻ പറ്റും. കാക്ക വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. താങ്ക് യു. നമ്മളെ പിസ്സ എവിടെ എത്തി? നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്കിത് കുത്താം. ഒരു മിനിറ്റ്. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് ഗൈസ്, അതാണ് ഇങ്ങനെ. ഓക്കെ ഗൈസ്, ആളിപ്പോൾ വരും. കാരണം
ഫിസ് 1 ലിറ്ററിൻ്റെ ഉള്ളൂ, ചെറുതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്ക് വിളിച്ചിന്. അപ്പോൾ നമുക്ക് വേഗം കത്തിക്കാം. വരുന്നതിനൊരു സൈനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ആദ്യം താഴെ നിന്ന് ബെല്ലടിക്കും. ബെല്ല് താഴെയുള്ള ഒരു ഫ്ലോർ താഴെയുള്ള, അപ്പോൾ അവിടുന്ന് ബെല്ലടിക്കും. 3 പ്രാവശ്യം ബെല്ലടിക്കും. എന്നിട്ട് ഇവിടെ എത്തിയാൽ ഫോണിൽ വിളിക്കും. അങ്ങനെയാണ് ഇവിടെ പാറ്റേൺ. സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. ബലൂണൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാം. ആദ്യം കുറച്ച് ബലൂണുണ്ട്. ബലൂൺ ഇനി ഉണ്ട്, പക്ഷേ എൻ്റെ ശ്വാസം പോയി. അപ്പോൾ എനിക്ക് ഇനി വീർപ്പിക്കാൻ മടിയായി. അത് ഫ്രണ്ടിലോട്ടിട്ട് കുഴപ്പമില്ലല്ലേ, ഇത്ര വലിയ സെറ്റപ്പല്ല, എന്നാലും കുഴപ്പമില്ല. പാർട്ടി പോപ്പർ ഉണ്ട്, പൊട്ടിക്കാൻ റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, അമ്മേ ഒരുക്കി പോവുക വരുമ്പോഴത്തേനും. ഹായ്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എല്ലാം സെറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് അടുക്കളയിൽ വെക്കേണ്ടി വരും ക്യാമറ. കാരണം എങ്ങനെ അയാളെ കാണും ഇവിടുന്ന്. അടുക്കളയിൽ വെക്കുമ്പോൾ കുറച്ചധികം ബാക്കിലോട്ട് പോകും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ബെല്ലടിച്ചു. ഓക്കെ, 3 ബെല്ലടിച്ചു. അപ്പം ഇനി നമുക്ക് ആൾ വരാനായി. നമുക്ക് ക്യാമറ പൊസിഷൻ ചെയ്യാം. ഇപ്പോൾ വിളിക്കും മറ്റേ ഫോണിക്ക്. ഓക്കെ, അയ്യോ ഫോൺ നിൽക്കുന്നില്ലല്ലോ. കൊണ്ടാണ് വിളിച്ചു. ഹലോ, ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങളെത്തിയാ? ഇപ്പോൾ വരാം ഞാൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇപ്പോഴാണ് നമ്മളെ ശ്രദ്ധിച്ചത്. എല്ലാം റോസ് സൂപ്പറാണ്. ഐസ് എല്ലാം ഞാൻ ഊതി. അപ്പം നീ ആദ്യം മുതൽ ഒരാൾ കത്തിക്കാൻ പോവാണ്. സുന്ദരനാവുള്ളോ? സോറി, ഫസ്റ്റത്തെ ആനിവേഴ്സറിയാണ്. തല മുട്ടിക്കാൻ ഇത് ഊതട്ടെ, ഒരു മിനിറ്റ്. ഇതെങ്ങനെ ഒരുമിച്ച് ഊതട്ടെ? ഊതി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും മേത്തൊക്കെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മളെ ഓപ്പോസിറ്റ് ചെറുതാണെങ്കിലും സൂപ്പറായിട്ട്. ഒന്നും പറഞ്ഞല്ല. വെരി നൈസ് ബൊക്കെ. അതൊക്കെ ഇവിടുന്ന് ടേപ്പൊക്കെ കിട്ടി. എന്തൊരു കരുതലാണ് ഈ മനുഷ്യൻ. ചിയേഴ്സ് ആണോ? ചിയേഴ്സ്. അതുപോലെ വെച്ചിരുന്നു. പക്ഷെ എന്താ പ്രശ്നങ്ങളെ? മയക്ക കിടന്ന മൈനി
അതുകൊണ്ട് ഹൗസാമീനെ പാട്ടിപ്പൂപ്പ് പൊട്ടിക്കലല്ലേ പോച്ചക്ക എനിക്കറിയില്ല. എന്റെ ഓക്സിജനും എന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആണ് മോനെ അത്. ശരി. അയ്യാ നീല നീല ഞങ്ങളെ കാണാൻ സുന്ദരന സുന്ദരിയല്ലേ ഗായ്സ്. ഓക്കേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വെൽക്കം അഗൈൻ വെൽക്കം ബാക്ക്. ഞാൻ നേരത്തെ വെൽക്കം ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് പെരുമാൾ. അപ്പൊ ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾ കണ്ടില്ലല്ലോ. ആ സാധാരണ ആ ഗിഫ്റ്റ് ഞങ്ങൾ കൈമാറാൻ പോകണം. എന്താണ് സോ ഈ ഗിഫ്റ്റ് ആനിവേഴ്സറിക്ക് ഇത് രണ്ടും ഞാനാ പോയത്. അതായത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ഗിഫ്റ്റ് ആണ്. സോ ഗൈസ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങാല്ലേ. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫസ്റ്റിൽ സംസാരിച്ചപ്പോൾ വന്നൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് പരസ്പരം ഉണ്ടാവുന്ന ഫീലിങ്സ് ആയിക്കോട്ടെ, ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഓക്കെ എല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പരസ്പരം പറയാൻ പഠിക്കാറുണ്ട്. ആ സംഗതികളൊക്കെ ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഇതാണ് അടുത്ത ആനിവേഴ്സറി ആവുന്ന സമയത്ത് ഒരു ഡയറി പരസ്പരം കൈമാറാന്നുള്ളത്. ഇതിൽ ഞങ്ങളെല്ലാ ഫീലിങ്സും ഉണ്ട്. ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സുകൾ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഡയറിയാണിത്. മറ്റെല്ലാ ഗിഫ്റ്റിനേക്കാളും ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നിയിട്ടുണ്ട്? മറ്റേത് ഗിഫ്റ്റിനേക്കാളും ഇതിന് ഇമ്പോർട്ടൻസ് തോന്നുന്നു. വായിക്കുമ്പോൾ കുറേ കാര്യങ്ങളിലൊരു ധാരണ വരും. അതിപ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല വിചാരിച്ചു, പക്ഷെ എനിക്ക് അങ്ങനെ ആയിരിക്കില്ല. അക്കൊക്കെ വേറെ രീതി വിചാരിച്ചിട്ടായിരിക്കും, പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് വേറെ രീതിയിലാവും. അപ്പൊ അത് വായിക്കുമ്പോൾ ഓ അങ്ങനെ ആയിരുന്നു അവർക്ക് ഫീൽ ചെയ്ത്, അപ്പൊ ഞാൻ ചെയ്ത് തെറ്റായിരുന്നു എന്നുള്ളത് ആ ഒരു ധാരണ വരും. മാത്രല്ല എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് എഴുതാനും കുറച്ചും കൂടി നല്ല ഫീലിങ്സ് പറയുന്ന പോലെയല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാൻ നിങ്ങളും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പക്ഷെ ഇതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് വേണം, കാരണം ഇത് എഴുതണ്ടേ, കാണാതെ എഴുതണം. കോളേജിൽ പോകുന്ന സമയത്താണ് ഞാൻ എഴുതാറ്. കാരണം കോളേജിൽ പോകുന്ന സമയത്താണ് ഇഷ്യൂസ് ഉണ്ടാവുക. കാരണം നമ്മൾ ഒപ്പില്ലാത്തപ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. പ്രശ്നങ്ങളല്ല, കുഞ്ഞു പ്രശ്നമായിരിക്കും, പക്ഷെ അത് നമ്മളിങ്ങനെ ചിലപ്പോൾ കണ്ടൊന്ന് നോക്കിയാൽ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ കാണില്ലല്ലോ, അപ്പൊ നമുക്ക് ഫീലിങ്സ് ഒന്നും മനസ്സിലാവില്ല. നിങ്ങളെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ല, വ്ളോഗ് ഇഷ്ടപ്പെടാൻ പറ്റില്ല, ഇനി ബാക്കി കാര്യങ്ങൾ കാണുന്നുണ്ട്. നാളെ നമ്മൾ ഫോട്ടോ വെച്ച് പോലെ രാവിലത്തെ കണ്ടീഷൻസ് നോക്കാം. സോ ഞങ്ങൾ ഫസ്റ്റില് ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നാണ് ഇപ്പോൾ ആനിവേഴ്സറി സമയത്ത് ഞങ്ങൾ ഒരു വീടെടുത്ത് എറണാകുളത്ത് താമസം മാറി. നാളെ അതിന്റെ നാളെ പാല് കാച്ചലാ. പാലൊക്കെ കൊടുക്കണം, ഫ്രിഡ്ജൊന്നും ഇല്ല, പാല് കൊടുക്കണം. ഇന്ന് കയറി ഇരിക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വേഗം ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ട് കയറിയിട്ടുണ്ട് അല്ലേ. 2 ദിവസം കൊണ്ട് ഇപ്പോൾ തട്ടിക്കൂട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പാല് കാച്ചാൻ ഗ്യാസിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. സോ നമ്മൾ പാല് കാച്ച രാവിലെ സുബഹിക്ക് നീങ്ങാട്ടോ. സോ രാവിലത്തെ പാല് കാച്ചലോട് കൂടി നമ്മുടെ ബ്ലോഗ് തൽക്കാലം അവസാനം. ഫോട്ടോ വെച്ച് നോക്കാം. നാളെ മഴയാണെങ്കിൽ പോകാൻ. നാളെ എന്റെ ആനിവേഴ്സറി, അപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാന്നൊക്കെ പറഞ്ഞു. എന്റെ ആനിവേഴ്സറി അപ്പൊ ഞാൻ പറഞ്ഞു കേൾക്കണം. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറച്ച് പ്രൈവറ്റ് സമയം വേണം. എല്ലാം ഇപ്പം കൊണ്ട് പറഞ്ഞാൽ ശരിയാവും. എന്താ അതല്ല ഓക്കെ, അതല്ല, വേറെ പല കാര്യങ്ങൾ സംസാരിക്കണ്ടേ. എല്ലാം ഇങ്ങനെ വ്ളോഗ് ചെയ്ത് ഔട്ടാക്കണം എന്നുണ്ടോ? വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആനിവേഴ്സറി ആയിട്ട് പറയണ്ടാവും?
ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ രാവിലെ അയച്ചിട്ടുണ്ടാവും. റെയിലൊക്കെ പോയിക്കുന്നത്. അപ്പോൾ 5 മണിക്ക് എണിക്കാൻ വിചാരിച്ചിട്ട് 5:45 അയക്കുന്നത്. നേരൊക്കെ പരപ്പരാ വെളുത്തു. അപ്പം ഞാൻ നീറ്റ് പല്ല് തേച്ചിട്ടില്ല, നിസ്കരിക്കണം, കുറേ പണിയുണ്ട്. അപ്പോൾ പല്ല് വയ്ക്കണം, നിസ്കരിക്കണം. കാക്ക എണീച്ചിട്ടില്ല, കാക്കാനെ എണീപ്പിക്കണം. അതാണ് വലിയ ടാസ്ക്. പിന്നെ പാല് കാച്ചണം, അതിനാണല്ലോ ഇപ്പം ഒന്ന് എണീറ്റത്. പിന്നെ പണിയുണ്ട്. ഫോർട്ട് കൊച്ചി പോകണം, ആലുവ പോകണം, കളമശ്ശേരി പോകണം. 3 സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാനുണ്ട്. ഫോർട്ട് കൊച്ചി പോകുന്നത് എൻ്റെ ആവശ്യമായിരുന്നു, ഫുഡ് കഴിക്കാൻ. പക്ഷേ ആലുവ പോകുന്നത് ഓഫീസ് ആവശ്യമാണ്. ഓഫീസല്ല, ഒരു വാൾപേപ്പർ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കളമശ്ശേരി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ 2 ദിവസമായിട്ട് ഏറ്റെടുത്ത കാര്യം, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല ഭംഗി അവിടെ കാണാൻ, മഴ ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഇറങ്ങിയാൽ നല്ല മഴ കൊള്ളാണ്ട് അവിടെ എത്താം. ഞാൻ എണീപ്പിക്കാം, ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് തിരിക്കാൻ പറ്റില്ല, ഓഫാക്കണം. നമുക്ക് ഗൈസ് നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടതാ ഈ പൂവാ, നല്ല രസമില്ലേ ഗൈസ്. ഇന്ന് സുഹൈൽ പെരുമാള് വിളിക്കാണ്ട് തന്നെ എണീറ്റിരിക്കണ്. ഞാൻ ബാത്റൂമിൽ കുറച്ച് തിരുമ്പാളിലൊക്കെ ഇങ്ങനെ അലക്കണ സൗണ്ടൊക്കെ ഇട്ട് തന്നെ എണീറ്റിരിക്കണ ആൾ. വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. ഇന്ന് വലിയ കാര്യമായ ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. അയ്യോ വേണ്ട, കുപ്പ ഉണ്ടാവില്ല, നിങ്ങൾ കാണണ്ട. ഇരിക്കൂ ചേട്ടാ. എന്താ നിസ്കരിക്കണോ? ഒന്നും ഉറക്കം പറയാത്ത സൗണ്ട് വരുന്നില്ലേ? നീക്കാണ് എൻ്റെ അമ്മേ. ഒരാള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെച്ചാൽ പല്ല് വെക്കണം. എന്താ നിങ്ങളെ കാട്ടണ്ട്? ദേശൻ്റെ പൂവിരിക്കുന്നത് നോക്കൂ, നല്ല രസമില്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കണ്ടോ. വെള്ളയും ധാരാളം സ്പോൺസർ ചെയ്ത് അപ്പോൾ സ്പോൺസർ ചെയ്ത് എൻ്റെ വെള്ള ഡ്രസ്സും നീല പാൻറ്റും. കാക്കൻ്റെ പാൻറ്റ് സ്പോൺസർ ചെയ്തിട്ടില്ല, പാൻറ്റ് ഞങ്ങൾ വാങ്ങിയ, പക്ഷേ ടോപ്പ് 2 സ്പോൺസർ ചെയ്തതാണ്. ഓക്കെ, ഞങ്ങൾ വെള്ളയൊക്കെ മാറിയിട്ടുണ്ട്. അടുത്തതായി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പാല് കാച്ചലാണ്. പിന്നെ ഞങ്ങൾ പാല് കാച്ചൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ അവസരത്തിൽ? റെഡി 1 2 3. അപ്പോൾ ഗൈസ് ഞങ്ങൾ പാല് കാച്ചാൻ പോകുന്നു. നമുക്ക് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എല്ലാം പുതിയതാണ്, ഗ്യാസ് കണക്ഷൻ എടുത്തിട്ട് വേണം. സ്റ്റൗ മാത്രമുണ്ട്. സ്റ്റൗ സ്പോൺസേർഡ് ബൈ ഇപ്പ. അപ്പോൾ ഈ എന്താണ് ഇതിന് പേരുണ്ടാവും, ഈ സാധനം സ്പോൺസേർഡ് ബൈ ഇഞ്ചി, ഇതൊക്കെ വേണ്ടത്. പിന്നെ മിക്സി സ്പോൺസേർഡ് ബൈ ഉമ്മ. അതെല്ലാം സ്പോൺസർഷിപ്പിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പാല് കാച്ചൽ ഇത് ഫുൾ വയ്ക്കണോ? കുറച്ച് വെച്ചാൽ മതി. നമുക്ക് തിളക്കുന്നത് കാണാം. തിളക്കുന്നത് പാല് തിളക്കാൻ പോകുന്നുണ്ട്. ഓഫാക്കട്ടെ, ഓഫാക്കി കളി. തിളച്ച് മറിയണമെന്നുണ്ടാ? ഈസിക്കുമ്പോ മറിയണ്ട, അടുപ്പിലാവുമ്പോഴാണ് മറിയേണ്ടത്. അപ്പൊ നമ്മളെ പാല് കാച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ചായ ഉണ്ടാക്കാം. ശരി ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. പൊട്ടിയില്ല. പൂവാണോ എന്റെ പൂ പറിക്കുന്നോടെ പട്ടി? പട്ടിയില്ല, പൂച്ച. പിടിച്ചോ. മഞ്ഞ പൂവ് ഇടാൻ പാടുള്ളൂ, റെഡ് എനിക്ക് ആവശ്യമുണ്ട്. വേണ്ട, നോക്ക് കിത്തുവാ. ഞങ്ങൾ ബാലൻ ചേട്ടന്റെ കടയിലേക്ക് പോവാണേ. നമ്മൾ MG റോട്ടിലൂടെയാണ് പോകുന്നത്. പക്ഷെ MG റോട്ടില് ശാന്തമാണ്, അവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നനഞ്ഞ് പൊളിച്ച് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു. അയ്യോ, എൻ്റെ വെള്ളക്കുപ്പായം, എൻ്റെ ഹാർട്ട് ബ്രേക്ക് ആവുന്നു.
വെള്ളമിട്ട് വന്നപ്പോൾ സാധനം കിട്ടിയിരുന്നു. വേസ്റ്റാണ് ഗൈസ്. ഓം ഹ്രീം ഹൈം ഹ്രീം സോഹ. ഒന്നുമില്ല. കൈ ശ്രദ്ധിക്കാൻ നമുക്ക്. ഓ, ആകാശത്ത് നിന്ന് പോവും. അത് ഒടിഞ്ഞത്. താങ്ക്സ് ഉറക്കനെ പറയണം അതൊക്കെ. താങ്ക്സ് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഓക്കെ കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനൊരു വർഷം തുകയാണ്. ഈ കടൽ സാക്ഷി, കാലം സാക്ഷി, ബാക്കിലിരുന്ന പോലീസുകാർ സാക്ഷി. ശരിയും സ്വിഗ്ഗി മനുഷ്യൻ നടന്നു പോകുന്നു. ആരും ഇല്ലാത്ത ഫോട്ടോ തെറ്റി. ഞാനും കുറേ പ്രാവുകളും. ഇവരെ ഞാൻ പറപ്പിക്കാൻ പോവാണ്. കണ്ടോളി. രാവിലെ ഇവിടെ ഒരു കച്ചറ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാ കച്ചറയും മൊത്തം ക്ലീൻ ആക്കി. അപ്പൊ ഈ കച്ചറ എന്നോട് നീ എന്നെ ക്ലീൻ ആക്കി. എവിടെ ഇരിക്കാം? എന്താ നിങ്ങളെ ഉദ്ദേശം? എന്താ റൊമാൻറ്റിക്കോ? ഇവിടെ എങ്ങനെ ഇരുന്ന റൊമാൻറ്റിക് ആവോ? ചളിയാണ്. എന്തിനാണ് ഇപ്പൊ ഇത്? ആനിവേഴ്സറിക്ക് എങ്ങനെയാ അറിയില്ല. എന്നാ അങ്ങനെ ഇരിക്കും. നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം. തേങ്ങ എന്തത്? പാമ്പ. ഒരു കയ്യുള്ളൂ. ഒരു കൈയിട്ട് കാട്ടാൻ പറ്റത് കാട്ടാൻ. ഇങ്ങനെ ഓട് 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 ഓട്. ഞാൻ ഓടി നേരത്തെ. ഓട് 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 ഓട്. അങ്ങോട്ട് ഓട് 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 ഓട്. ആരും ഓടാത്തെ? ആരും ഓടില്ല. ആർക്കും പേടില്ല കാക്കാരെ. സൂപ്പർ ആയി. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വ്ളോഗ് കഴിഞ്ഞു. ബൈ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി പിടിക്കുക. അങ്ങനൊന്നും ചെയ്യണ്ട, ഫോൺ പൊട്ടിപ്പോകും. ബൈ.